UDF അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ അവർ പറയുന്ന ഒരു വാദമുണ്ട്, 100 സീറ്റ്, ഞങ്ങൾ 100 സീറ്റിൽ വിജയിക്കും, 100 സീറ്റ് 100 സീറ്റ് 100 സീറ്റ്, ഇവർക്ക് എല്ലാത്തിലും 100ൻ്റെ കണക്കാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ തെക്കൻ കേരളത്തിലോട്ട് വരാം. തെക്കൻ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ UDFന് കിട്ടിയത് 9 സീറ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അന്നത്തെ സാഹചര്യം ആയിരിക്കില്ല ഇന്നത്തെ സാഹചര്യം ഒക്കെ സംഭവിച്ചു. കാരണം എങ്കിലും അത് വെച്ചിട്ട് നമ്മളിതിനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ 100 സീറ്റ് എന്ന് പറയുമ്പം അതിലൊരു 50 സീറ്റെങ്കിലും ഇവിടെ നിന്നെങ്കിലും ഒപ്പിച്ചുകൊണ്ട് പോകണമല്ലോ, അത് നടക്കുമോ? ഇതിൽ നമ്മൾ കണക്കാക്കുമ്പോൾ തെക്കൻ കേരളം എന്ന് പറയുമ്പോൾ ഏകദേശം 53 മണ്ഡലങ്ങളുണ്ട്. 53 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, ഇനി 6 ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ മൊത്തം 53 സീറ്റുകൾ നിയമസഭാ മണ്ഡലങ്ങളാണ് മൊത്തത്തിലുള്ളത്. ഇതിൽ നമ്മൾ പരിഗണിച്ചതിൽ ഏറ്റവും വലിയ ജില്ല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് 14 മണ്ഡലങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. 14 മണ്ഡലങ്ങളുണ്ട്. ഈ 14 മണ്ഡലങ്ങളിൽ അതിലെ ആദ്യം നമുക്ക് തിരുവനന്തപുരം തന്നെ നോക്കാം. ഈ 14 മണ്ഡലങ്ങളിൽ ആകെ UDFന് വിജയിക്കാൻ കഴിഞ്ഞത് കോവളം എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ ജയിക്കാൻ പറ്റിയത്. വിൻസെന്റ് ആണ് അവിടുന്ന് MLA. ബാക്കി വരുന്ന 13 UDF പരാജയപ്പെട്ടു. അതൊരു വലിയ കാര്യമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ശരാശരി നോക്കുമ്പോൾ കേരളത്തിൽ അവിടെ തന്നെ ഒരു 7 എണ്ണമെങ്കിലും ഇനി പിടിക്കണം. 7 മണ്ഡലം പിടിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പാറശാലയിൽ ആണെന്നുണ്ടെങ്കിൽ CK ഹരീന്ദ്രൻ എന്ന് പറയുന്ന നേതാവാണ് സ്ഥാനാർത്ഥി LDFന്റെ, ജയിക്കും. പിന്നെ IB സതീഷ് ജയിക്കും. അങ്ങോട്ട് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശിവൻകുട്ടി നേമം, കഴക്കൂട്ടം, പിന്നെ കടകംപള്ളി, അങ്ങനെ നമ്മൾ ഓരോരുത്തരത്തും നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവരൊക്കെ ജയിക്കുമെന്ന് പറയാനുള്ള കാരണം എന്താ പറയുക? ഇപ്പം നെടുമങ്ങാട് ഒരു മന്ത്രിയാണ് നെടുമങ്ങാട് മത്സരിക്കുന്നത്. പിന്നെ ആൻസലൻ നെയ്യാറ്റിങ്കര. അപ്പം ഇങ്ങനെ വരുമ്പോൾ പിന്നെ അരുവിക്കര എന്ന് പറയുന്നിടത്ത് ചെറിയ ഒരു ഇത് നടക്കാം. നമ്മുടെ യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന ഒരാളാണ്. ശിവകുമാറാണ് മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ. ജി സ്റ്റീഫനാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് ജി സ്റ്റീഫനാണ്. പക്ഷെ അവിടെ ചിലപ്പോൾ BJPയും കോൺഗ്രസും തമ്മിലൊരു ഡീല് അവിടെ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. BJP കുറച്ചധികം വോട്ട് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ. അല്ലാന്നുണ്ടെങ്കിൽ BJPയുടെ വോട്ടുകൾ നേരെ കോൺഗ്രസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു അല്പ സംശയം. ഇപ്പം തിരുവനന്തപുരം സെൻട്രൽ അവിടെ നമ്മൾ ചെറിയ സംശയത്തിന് നേടി കൊടുക്കേണ്ടി വരും. കാര്യം അതിൻ്റെ മണ്ഡലത്തിൻ്റെ കിടപ്പും അവിടുത്തെ ഒരു പിന്നെ സാമുദായിക വിഹിതങ്ങളും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ എങ്ങനെ പിടിച്ചാലും 7 എണ്ണമൊന്നും UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ പറ്റുന്ന സീറ്റുകളല്ല. അവിടെ വിജയിക്കാൻ പറ്റില്ല. അതൊരു വാസ്തവമായ കാര്യമാണ്. കാര്യം 14 എണ്ണത്തിൽ 7 എണ്ണം ജയിച്ചാലേ 50% എന്ന് പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ 53 മണ്ഡലം, ഈ 53 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പിടിക്കേണ്ടത് 26 സീറ്റെങ്കിലും പിടിക്കണം. 26 സീറ്റ് പിടിച്ചാൽ മാത്രമേ ഒരു 52 എൻ്റെ ഒരു 50% എന്ന് പറയാം. അപ്പൊ 26 പിടിക്കണം. 26 സീറ്റ് പിടിക്കണമെങ്കിൽ 9ൽ നിന്ന് എത്ര വേണ്ടി വരുമെന്ന് ആലോചിച്ച് നോക്കൂ. 9ൽ നിന്ന് എത്ര വേണ്ടി വരും? ഒരു പിന്നെ ഈ 26 എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എത്തണമെങ്കിൽ 17 സീറ്റ് വേണം. ഈ 17 സീറ്റും കൂടി ഈ UDF എവിടെ നിന്ന് ഉണ്ടാക്കും? കൊല്ലത്ത് കഴിഞ്ഞവണ് 2 ജയിച്ചത്. കൊല്ലം മണ്ഡലത്തിൽ ആകെ 2 സീറ്റാ. ഒന്ന് കുണ്ടറയും കരുനാഗപ്പള്ളിയിലും. ഈ 2 മാത്രമാണ് ജയിച്ചത്. പത്തനംതിട്ടയിലോട്ട് വന്ന ഇല്ല. പത്തനംതിട്ടയിൽ ഒരൊറ്റ സീറ്റ് കോൺഗ്രസ് ജയിച്ചിട്ടില്ല. അവിടെ പത്തനംതിട്ടയിൽ എനിക്ക് തോന്നുന്നു മൊത്തം 5 മണ്ഡലങ്ങളാണുള്ളത്. ഈ 5 മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും വിജയിക്കാൻ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് കഴിഞ്ഞിട്ടില്ല. അവിടെ മിനിമം 2 ജയിക്കണം. എങ്കിലേ ഈ പറയുന്ന കണക്കുകൾ പൊരുത്തപ്പെട്ടു വരും. ഇനി ആലപ്പുഴയിലേക്ക് പോയാലും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിൽ എനിക്ക് തോന്നുന്നു ഒരിടത്തെങ്ങാണ്ടാണ് ജയിച്ചത്. പിന്നെ എന്താണ് ആലപ്പുഴയിൽ ആകെ 9 എണ്ണം ഉള്ളത്. 9 സീറ്റുകളുണ്ട് ആലപ്പുഴയിൽ. അവിടെ ഒരിടത്ത് ജയിച്ചിട്ടുണ്ട്. ആ ജയിച്ചതൊന്ന് ഹരിപ്പാട് രമേശ് ചെന്നിത്തല അതേ ഉള്ളൂ ജയിച്ചത്. ബാക്കിയൊന്നും ഇപ്പം മാവേലിക്കരയും തൊടാൻ പറ്റില്ല. മാവേലിക്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരുൺകുമാറിനുള്ളതാണ്. അവിടെ തൊടാൻ പറ്റത്തില്ല. നമ്മൾ പല മണ്ഡലങ്ങളെടുത്ത് പറയും. ചെങ്ങന്നൂർ എങ്ങനെയാണ് സജി ചെറിയാൻ അപ്പുറത്ത് വേറൊരാൾ അവിടെ വോട്ട് ചെയ്യുക? സജി ചെറിയാൻ അപ്പുറത്തേക്ക് ഒരാൾ പോകണ്ടേ? എനിക്കൊന്ന് എബി കുര്യാക്കോസ് കണ്ടാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പം സജി ചെറിയാൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ കടത്തി വിട്ടിട്ട് വേണ്ടേ വേറൊരാൾക്ക് അവിടെ അധികാരം സ്ഥാപിക്കാൻ? ഇപ്പൊ ഈ പറയുന്ന പോലെ ഇനിയിപ്പോ ആലപ്പുഴയിൽ ഒരു പക്ഷേ ഇവര് ചിന്തിക്കുന്നത് ജി സുധാകരൻ
ചിലപ്പോൾ ജി സുധാകരന്റെ സീറ്റ് അവിടെ കിട്ടിയേക്കും എന്ന് പ്രതീക്ഷയുണ്ടാവും. പക്ഷെ അങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ ജി സുധാകരൻ അവിടെ കിട്ടാൻ സാധ്യതയില്ല. അതും ഒരു വലിയ പ്രശ്നമാണ്. ഇനി കോട്ടയത്താണ് പിന്നെ ഒരു അല്പം ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് അവർ നിൽക്കുന്നത്. ചെറിയ പ്രതീക്ഷ. കോട്ടയത്ത് 9 എണ്ണത്തിൽ 4 എടുത്ത് ജയിച്ചിട്ടുണ്ട്. അവിടെ കുറച്ചുകൂടെ കയറ്റി പിടിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ തന്നെയല്ല അവിടെ പാല വേറൊരു കെണിയായിട്ട് കിടക്കുക. പാലാ മണ്ഡലം മിക്കവാറും LDFന്റെ കൂടെ ജോസ് കെ മാണിക്കൊപ്പം നിൽക്കാനാണ് സാധ്യത. കാരണം ഈ പറയുന്ന മാണി സി കാപ്പനെ കുറിച്ച് അത്ര നല്ല ഒരു അഭിപ്രായമൊന്നും ഇപ്പോൾ നിലവിൽ പാലാ മണ്ഡലത്തിലില്ല. അയാൾക്ക് ഈ പറയുന്ന ഒന്നാമത് വോളിബോൾ താരം, പിന്നെ അയാൾ ഇച്ചിരി അല്പസ്വല്പം ഇച്ചിരി വെള്ളമൊക്കെ അടിച്ച് നടക്കുന്നു എന്നൊക്കെ അവിടെ നിന്നൊക്കെ ഒരു ചെറിയ പരാതി ഉയരുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന വികസന കാര്യത്തിലൊന്നും വേണ്ടത്ര മണ്ഡലത്തിലധികം ശ്രദ്ധിക്കുന്നില്ല എന്ന് തുടങ്ങിയ പരാതിയൊക്കെ ഈ പറയുന്ന മാണി സി കാപ്പനെതിരായിട്ട് പാലാ മണ്ഡലത്തിൽ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോഴും ഈ പറയുന്ന ഈ പറയുന്ന ഒരു എന്താ പറയാ 26 എന്ന് പറയുന്ന ഒരു വോട്ട് നിലയിലേക്ക് UDF എത്തിപ്പെടണം. ആ UDF അങ്ങനെ ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 5 സീറ്റ് മണ്ഡലങ്ങളാണല്ലോ. അതിൽ തൊടുപുഴ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇത്തവണ അതും കിട്ടാൻ പോകുന്നില്ല. കാര്യം പിന്നെ ആ തൊടുപുഴ കിട്ടിയതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരിച്ചത് നമ്മുടെ ഇദ്ദേഹമായിരുന്നു, എന്താ PJ ജോസഫ് ആയിരുന്നു. അതുകൊണ്ട് കിട്ടിയതാ. PJ ജോസഫിന് കിട്ടിയ ഒരു പ്രാധാന്യം അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ജോൺ ജോസഫിന് മകന് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെയും പോയി. അപ്പൊ തൊടുപുഴ പോയി. അപ്പൊ ഈ പറയുന്ന പോലെ ഇടുക്കിയിലെ 5-ൽ 5 ഈ പറയുന്ന പോലെ LDF പിടിച്ചാലും നമ്മൾ അതിൽ അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ ഈ പറയുന്ന പോലെ ഒരു 50% എന്ന് പറയുന്ന ഒരു വോട്ട് ഷെയർ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ 50% സീറ്റുകൾ പിടിച്ചാൽ ഒരു 70 സീറ്റ് എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എത്താൻ പറ്റും. അവിടെ അവസാനിക്കുന്നില്ല. അതിന് മുകളിലേക്ക് പോകണം. 72 എത്തണം, എങ്കിലേ കേവല ഭൂരിപക്ഷം കിട്ടൂ. ഈ കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് വീണ്ടും ഒരു 30 സീറ്റുകൂടെ പിടിച്ചാലേ 100 എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് എത്തും. നമ്മൾ ഈ UDF ഉയർത്തുന്ന ഒരു പൊള്ളത്തരാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കുറച്ചുകൂടെ കയറ്റി പിടിച്ചാലേ കിട്ടുള്ളൂ. 70 പോരാ, 71 വേണം കേവല ഭൂരിപക്ഷത്തിന് ജയിക്കാൻ, അതായത് ഭരിക്കാൻ വേണ്ടിയിട്ട്. അത് തന്നെ എന്ത് പാടാന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ നിലവിൽ നമ്മൾ കണക്കാക്കി നോക്കുമ്പോൾ വടക്കൻ കേരളത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മൊത്തം 87 മണ്ഡലങ്ങളാണ് വടക്കൻ കേരളമായിട്ട് കേന്ദ്രീകരിച്ചുള്ളത്. അപ്പൊ അവിടെ നമുക്ക് വേണ്ട ഇപ്പൊ നിലവിൽ 87 32 സീറ്റ് മാത്രമാണ് UDFനുള്ളത്. ആ UDFിലുള്ളത് കൂടുതലും ലീഗിന്റെ ആണെന്നേ. അതില് എനിക്ക് തോന്നുന്നു 12 സീറ്റ് എടുത്തങ്ങ് മാറ്റും. 12-ൽ 11 സീറ്റ് എടുത്തങ്ങ് മാറ്റിക്കൂ. ആ 11 സീറ്റ് പിന്നെ ലീഗിന്റെയാ. മലപ്പുറം അതും പോയിട്ട് പിന്നെ 32-ൽ 12 പോയി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 20. അതായത് 87 ഉള്ളതിനകത്ത് കോൺഗ്രസിന് മാത്രം കിട്ടിയ വെറും 20 സീറ്റ്. ആ 20 ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. അതിനകത്ത് വീണ്ടും 2 പോവും. ഒന്ന് കോഴിക്കോട് ലീഗിന്റെയും വടകരയിലെ KK രമയുടെയും പോവും. അതുകൂടെ പോയി കഴിഞ്ഞാൽ എത്ര ഉണ്ടെന്ന് ആലോചിച്ച് നോക്കും. ഇതാണ് ശരിക്കും ഒരു കോൺഗ്രസിന്റെ ഒരു ഗതികെട്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞ ഇതാ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് മൊത്തം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 56 സീറ്റ്, അതായത് 44-ഉം 12 എന്ന് പറയുന്ന കണക്കുണ്ടല്ലോ. അപ്പം അതായത് 50% എത്താൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്. 44 എന്ന് പറയുന്നത് ഈ പറയുന്ന 87 സീറ്റിന്റെ കണക്കും, ഇപ്പുറത്ത് പിന്നെ വടക്കൻ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെ 12. അപ്പൊ ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 56-ലധികം സീറ്റുകൾ UDFന് അധികം നേടേണ്ടി വരും. 56-ലധികം സീറ്റുകൾ അധികം നേടേണ്ടി വരും. എങ്ങനെ? ഇല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. നല്ല പോലെ വിയർക്കേണ്ടി വരും. നല്ല പോലെ. ഇനി എപ്പോ വിയർക്കാൻ സമയമില്ല. തന്നെയല്ല, സമയത്തിന്റെ മാത്രമല്ല, ഇത്രയും സീറ്റ് UDF ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എന്താ പറയാ, ഭയങ്കര പാടാ. ഇപ്പൊ പേരാവൂര് മണ്ഡലം കണ്ണൂരില് എനിക്ക് തോന്നുന്നു കണ്ണൂർ ആകെപ്പാടെ 2 ഇടത്താണ് കണ്ണൂരിലുള്ളത്. അതിലൊന്ന് പേരാവൂര്. ഇത്തവണ അതും പോവുക. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പേരാവൂരിൽ ആ സീറ്റ് ശൈല ടീച്ചർ പിടിച്ചു. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ചയാന്ന് തോന്നുന്നു, ശനിയാഴ്ച നമ്മുടെ പിന്നെ സണ്ണി വക്കീല് മാധ്യമങ്ങളെ കണ്ടില്ലായിരുന്നു, വലിയ തട്ടുകേടില്ലാതെ പോയതിനെ. സണ്ണി വക്കീൽ വന്ന് മാധ്യമങ്ങളെ കണ്ടു. എങ്ങനെ കണ്ടത്? ഒരു നോട്ടീസിന്റെ പിന്നിൽ കണക്കുകൾ എഴുതിക്കൊണ്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ പോട്ടെ, ഒരു കമ്പ്യൂട്ടറിനകത്ത് വേർഡിൽ അടിച്ചിട്ടിട്ട് കണക്കടിച്ചിട്ട് വെറുതെ ഒരാളുടെ മോനേടാ ചെയ്ത് വെച്ചറാ ഇത്രയും കണക്കുണ്ട് ഒരു പേപ്പറിനകത്ത്, ഒരു തുണ്ട് പേപ്പറിനകത്ത്, അല്ലെങ്കിൽ ഈ സിഗരറ്റ് കൂടിനകത്ത് എഴുതി കൊടുത്തായിരുന്നെങ്കിൽ ആ ചെറുക്കൻ അവിടെ നിന്ന് പിന്നെ ഒരു പ്രിന്റ് എടുത്ത് കൊടുത്തേനെ KPC ഓഫീസിൽ നിന്ന്. അതുപോലും ഇല്ലാതെ ഒരു നോട്ടീസിന്റെ പിന്നിലാണ് കോടിക്കണക്കിന് രൂപയുടെ കണക്ക് എഴുതി കൊണ്ടുവരുന്നത്. എന്ത് അൺപ്രൊഫഷണൽ ആണ് ഇല്ലേ? ഇത് അൺപ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഇത്രയും അൺപ്രൊഫഷണൽ ആയ ഒരു KPCC അധ്യക്ഷനെ ചാരി കോൺഗ്രസ് പാർട്ടി എങ്ങനെ ജീവിക്കും? അറിയാൻ വേണ്ടി ചോദിക്കും. അത്ര ഭീകരമായ അവസ്ഥയല്ലേ?
ആ പിന്നെ ഈ പറയുന്ന സണ്ണി വക്കീലിനെയാണോ പേരാവൂരുകാരെടുത്ത് ഇനി തല വെക്കേണ്ടത്? എനിക്കറിയില്ല. ഇത്രയും മണ്ടനാണ് എന്ന്, ഇത്രയും മണ്ടത്തരമാണ് സണ്ണി വക്കീൽ കാണിക്കുന്നതെന്ന് പേരാവൂരുകാർക്ക് മനസ്സിലായി. ഈ പേരാവൂരുകാർ വീണ്ടും ഇങ്ങനെ എടുത്ത് തല വെക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? എടുത്ത് തല വെക്കാതിരുന്ന ഒരു മന്ത്രിയെ അവർക്ക് കിട്ടും, അത് ഉറപ്പാണ്. അപ്പൊ ഈ ഇപ്പൊ കണ്ണൂർ ഒരു സീറ്റ് കുറയാൻ പോവാ. അത് ഞാൻ പറഞ്ഞു, പേരാവൂർ സീറ്റ് പോയി. അപ്പൊ ഇങ്ങനെ പലയിടങ്ങളിലും ഉണ്ടാവും. ഇപ്പൊ കോഴിക്കോട് തൂത്തുവാരും ആരാനൊന്നും പോകുന്നില്ല. കോഴിക്കോട് എന്താണ് നിലവിലുള്ള അവസ്ഥ? കോഴിക്കോട് 2 സീറ്റാ, 13 എണ്ണം ഉള്ളിടത്ത് 2 എണ്ണമാ UDF പിടിച്ചോണ്ടിരിക്കുന്നത്. നമ്മളെടുത്ത് കണക്ക് ഇങ്ങനെ ഓരോ പിന്നെ ജില്ലയിലും മണ്ഡലം തിരിച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവുന്ന കാര്യം, ആകെ മെച്ചം ഉണ്ടെന്ന് പറയാം എറണാകുളം ജില്ലയിൽ മാത്രമാണ്. എറണാകുളം ജില്ലയിൽ 14 എണ്ണം ഉണ്ടായിട്ടും അതിൽ 5 ഇടത്ത് LDF ജയിച്ചു, ബാക്കി 9 ഇടത്ത് മാത്രം UDF വിജയിച്ചു. 9 എണ്ണം അവർക്ക് കിട്ടി, UDF കിട്ടി. അപ്പം എറണാകുളം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ UDF സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ വേറെ ഒരു മണ്ഡലവും UDF സംബന്ധിച്ചിടത്തോളം സേഫ് അല്ല, വേറെ ഒരു ജില്ലയും സേഫ് അല്ല. ഈ സേഫ് അല്ലാത്ത ജില്ലയിൽ ഇരുന്നു കൊണ്ടാണ് ഈ 100ന്റെ കണക്ക് പറയുന്നത്. ചിരി വരാതിരിക്കൂ. ലീഗിന് ഇത്ര സീറ്റേ ഉള്ളൂ, ലീഗിന് അതിൽ കൂടുതൽ സീറ്റ് എടുക്കാൻ പറ്റില്ല. 20-25 ബാക്കി വേണ്ട സീറ്റ് മുഴുവൻ പിടിക്കേണ്ടത് 10-70 സീറ്റ് പിടിക്കേണ്ടത് UDF ആണ്, കോൺഗ്രസ് ആണ്. എങ്ങനെ ഒപ്പിക്കും ഈ 100 എണ്ണം? കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ശരിയാവുന്നില്ല. ഈ പറയുന്ന പോലെ 56, 60, 70 ഒക്കെ എവിടെ പോയിട്ട് കഴിഞ്ഞ തവണ 20 എണ്ണം കോൺഗ്രസ് ഉണ്ടാക്കിയത്. എങ്ങനെ പറ്റുമെന്ന് പറയാം. ഇപ്പൊ നിലവിലത്തെ കണക്ക് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു 40 ഇനിയും വേണ്ടി വരും. 100-10-60 സീറ്റ്, 50-56 സീറ്റോളം വേണ്ടി വരും. എങ്ങനെ എനിക്കറിയത്തില്ല. എന്നിട്ട് മീഡിയസേഷൻ പറയാം 100 കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോവാന്നാ പറയുന്നത്. പോവാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സർക്കാരിന്റെ ജനങ്ങൾക്കൊരു വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് ഒരു തുടർ ഭരണത്തിലേക്ക് അതായിരിക്കും നല്ലത്. എന്തിനാ വനവാസത്തിന് വേണേ ബാഗിന്റെ ആവശ്യമില്ലല്ലോ, വല്ല മരവുരിയോ എല്ലാം കൊണ്ടുപോയാൽ മതി.